Hi friends, welcome to St. Mary's Learning Academy, Iratupeta. CBSE State Syllabus 12ാം ക്ലാസ് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും പഠിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് ഫോഴ്സ്, രണ്ടാമത്തേത് ഫീൽഡ്, മൂന്നാമത്തേത് പൊട്ടൻഷ്യലാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ഫോഴ്സ്. രണ്ട് ചാർജസ് ആണ് അവിടെ. ഫോഴ്സിൻ്റെ കേസിൽ രണ്ട് ചാർജസ് ആണ് വരുന്നത്, Q1ഉം Q2ഉം. അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ. F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R². ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ K ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ബൈ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഫോഴ്സ് വരുമ്പോൾ രണ്ട് ചാർജും ഉണ്ട്, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസും ഉണ്ട്. ഇനി അതിൻ്റെ കേസിൽ അടുത്ത കേസ് എന്ന് പറയുന്നത് ഫീൽഡാണ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ Q 1/4πε0ക്ക് പകരം നമുക്ക് K കൊടുക്കാം. K ഇൻറ്റു Q1 by R². അതായത് ഇവിടെ ഒരു Q കുറഞ്ഞു പോയി, ഒരു ചാർജ് കുറഞ്ഞു പോയി. അതായത് എന്തുകൊണ്ടാണ്? ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ ചാർജ് ആണ് അവിടെ വരുന്നത്. ഇനി പൊട്ടൻഷ്യലിൻ്റെ കേസ് വരുമ്പോഴേക്കും Q ഒന്ന് പോകും, R ഒന്ന് പോകും. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. അത് ഓർത്തിരിക്കാൻ ആദ്യമേ രണ്ട് ചാർജും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആയിരുന്നു, പിന്നെ ഒരു ചാർജും ഡിസ്റ്റൻസും വരും, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും, പിന്നെ ഇവിടുന്ന് ഒരു R പോകും. അപ്പോൾ ഇത് ഒരു ഓർഡറിലാണ് പോകുന്നത്. ആദ്യമേ Q²/R², Q/R², Q/R. രണ്ട് സെയിം ചാർജ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? Q² എന്ന് എഴുതാമല്ലോ. അപ്പം Q²/R². ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഫോഴ്സ് F ഈസ് ഈക്വൽ ടു Q²/R², K Q²/R² ഈസ് ഈക്വൽ ടു Q/R², ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് Q/R. ഇനി വേറൊരു റിലേഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് പഠിച്ചിരുന്നു. ഫോഴ്സ് E എന്ന് പറയുന്ന Eയും ഇലക്ട്രിക് ഫീൽഡ് FEയും Eയും തമ്മിലുള്ള റിലേഷൻ E ഈസ് ഈക്വൽ ടു FE/Q2 അല്ലെങ്കിൽ Q. അല്ലെങ്കിൽ അടുത്തൊരു റിലേഷൻ FE ഈസ് ഈക്വൽ ടു E ഇൻറ്റു Q2. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്റ്റാറ്റിക് ചാർജാണ്. എന്താണ് സ്റ്റാറ്റിക് ചാർജ്? ചാർജസ് അറ്റ് റെസ്റ്റ്, മൂവിങ് ആകുമ്പോൾ ഡൈനാമിക്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡൈനാമിക് ചാർജസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് ചാർജാണ്. സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു മോഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആ മോഷന് ചാർജ് സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാത്തതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പീഡിൽ, ഇൻഫിനിറ്റിസ്മലി സ്മോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സ്പീഡിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസ് എഴുതിയിട്ടില്ലാത്തവർ ഈ ഇക്വേഷൻസ് ചാപ്റ്ററിൻ്റെ ആദ്യമേ തന്നെ എഴുതുക. ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതാണ്. പല സ്ഥലത്തും നമുക്കിത് ആവശ്യം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നാണ് നോക്കുന്നത്. പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് കാണണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഗ്രാവിറ്റേഷനിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് mgh ഇക്വേഷൻ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരും. m മാസുള്ള ഒരു വസ്തു G ആക്സലറേഷന് എഗനിസ്റ്റ് ആയിട്ട് h ഹൈറ്റിൽ ഉയർത്തുമ്പോൾ ആ വസ്തുവിൽ ഉണ്ടാകുന്ന വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ മാസ് ഓഫ് m ടു എ ഹൈറ്റ് h ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. Work done in bringing a mass to a height h is
stored as potential energy, gravitational potential energy. Work is converted to potential energy, or work is stored as potential energy in mass m. The same way here, instead of gravitation, electrostatic. So electrostatic potential energy is the same work, is stored as work. എവിടുന്നാണ് 1 point to the സീറോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ ഏതായിട്ട് എടുത്തിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളതാണ് എർത്തിൻ്റെ സർഫസ്. ഈ ഹൈറ്റ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എവിടുന്നാണ്? എർത്തിൻ്റെ സർഫസിൽ നിന്നും h ഹൈറ്റ് ആണ് എടുക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആയിരിക്കും. ഇവിടെയാണ് ഒരു പൊട്ടൻഷ്യൽ എനർജി P അറ്റ് ഹൈറ്റ് h വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആണ്. 1 point to another point. അപ്പം വർക്ക് ഡൺ ഫ്രം 1 point to another point. അപ്പോൾ ഒരു പോയിന്റ് ഏതായിട്ട് എടുക്കണം? പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളത് ഇൻഫിനിറ്റിയിൽ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളത് ഇൻഫിനിറ്റിയിൽ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളത് ഇൻഫിനിറ്റിയിലാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള വർക്ക് ഡൺ എടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള കൊണ്ടുവരാൻ, ആ ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരുമ്പോൾ അതിനാവശ്യമായ വർക്കാണ്. അപ്പോൾ ഇവിടെ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, ഈ ഡെഫിനിഷനിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ മാസ് m to a height h is stored as gravitational potential energy. The same way, electrostatic potential energy is work done in bringing a charge q at a distance r from infinity. ഓർ നമ്മൾ 2 പോയിന്റ് ആണെങ്കിലാണ് ഡിസ്റ്റൻസ് r എടുക്കുന്നത്. stored as potential energy in that charge. These two forces are conservative forces. നമ്മൾ 11ാം ക്ലാസ്സിൽ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്. അപ്പോൾ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ്, ഇത് ഇനിഷ്യൽ പൊസിഷൻ എയും ഇത് ഫൈനൽ പൊസിഷൻ ബിയും ആണെങ്കിൽ നമുക്ക് പല പാത്തിൽ ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺലി ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിൻ്റെയും പൊസിഷനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ മാത്രമാണെങ്കിലാണ് അതിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്. ഇനി നമുക്ക് ഒരു സിംഗിൾ ചാർജിലുള്ള ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഫോഴ്സ് അല്ല, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഓൺ എ സിംഗിൾ ചാർജ്. അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനേഷൻ വന്നതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഒരു ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? അവിടെ ഒരു സ്റ്റാറ്റിക് ചാർജ് ഉണ്ടാകണം. അപ്പം നമ്മളിവിടെ ഒരു ക്യാപിറ്റൽ ക്യൂ എടുത്തിരിക്കുകയാണ്. ഈ ക്യൂവിന് ചുറ്റും പോസിറ്റീവ് ചാർജാണ്. ഇതിന് ചുറ്റും എന്തുണ്ട്? ഫീൽഡ് ഉണ്ട്. ഇതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള എല്ലാ റീജിയനിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ദ ഫീൽഡ് സ്ട്രെങ്ത് ഈസ് റെഡ്യൂസ്ഡ് ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫീൽഡ് സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കും. നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ് ക്യൂവിനെ എടുക്കുകയാണ്. അതിന് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് R ആണ്. ഫൈനൽ പൊസിഷൻ P. ഫൈനൽ പൊസിഷൻ P, ഇനിഷ്യൽ പൊസിഷൻ R.
ഇത് രണ്ടുമാണ് ആ രണ്ട് പൊസിഷൻസ്. നമ്മൾ അതിനെ ആറിൽ നിന്നും ഈ ചാർജിനെ എങ്ങോട്ട് കൊണ്ടുവരികയാണ്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഇത് നമ്മളിവിടെ ചാർജ് എടുക്കുമ്പോൾ രണ്ടും സെയിം ചാർജസ് എടുക്കണം, ഇല്ലെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സിന് പുറമെ അട്രാക്റ്റീവ് ഫോഴ്സും കൂടെ വരും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് ലഭിക്കില്ല. അല്ലെങ്കിൽ എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ക്യൂ സ്മോൾ ക്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കണം. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ദി ചാർജ് ഫസ്റ്റ് അറ്റ് ദ പോയിന്റ് Q. When we bring this charge from R to P, ആറിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അല്ലാതെ ഇവിടെ നിന്ന് ഇതിനെ നമുക്ക് ചുമ്മാ മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കണം. ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ക്യാപിറ്റൽ ക്യൂ. ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ക്യൂവും തമ്മിലൊരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. therefore there is an electrostatic force. Coulomb force is there. Coulomb force F is equal to Q1 Q2 by R square 1/4πε0 Q1 Q2 by R square. വാല്യൂ നമ്മളിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഇ അവിടെയുണ്ട്. ആൻഡ് ഓൾസോ ദർ ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് എക്സ്റ്റേണൽ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ഇതിനെ മൂവ് ചെയ്യാൻ, സ്മോൾ ക്യൂവിനെ ആറിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. അതുപോലെ ഇവർ രണ്ട് ചാർജസ് ഒരു സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. സോ ദെയർ ഈസ് എ കൂളംബ് ഫോഴ്സ്. ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് എക്സ്റ്റേണൽ. ദെൻ വർക്ക് എന്താണെന്ന് നമ്മൾ ഓൾറെഡി, പിന്നെ ഇവിടെ സ്പീഡ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതുപോലെ വളരെ സ്മോൾ ആയിട്ടാണ്, വളരെ ഇൻഫിനിറ്റിസ്മലി സ്മോൾ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്രയും സ്പീഡ് കുറച്ച് വേണം മൂവ് ചെയ്യാൻ, സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമുക്ക് ഇതിനെ മൂവ് ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ ഡബ്ല്യു വർക്ക് ഫ്രം ആർ ടു പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടോട്ടൽ വർക്ക് ഡൺ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ആർ ടു പി എഫ് എക്സ്റ്റേണൽ ഡോട്ട് ഡി ആർ. എഫ് എക്സ്റ്റേണൽ ഡോട്ട് ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു പ്രീവിയസ് ഇക്വേഷനിൽ നിന്നും മൈനസ്, ഇവിടെ കൊടുക്കാം മൈനസ് ഇൻ്റഗ്രൽ ആർ ടു പി എഫ് ഇ ഡോട്ട് ഡി ആർ. So we can define as this is stored as potential energy in this charge small q. So work done against electrostatic repulsive force and get stored as potential energy. Potential energy is different at different positions. If we are taking an intermediate position P dash, here if we are taking an intermediate position P dash, the potential energy is different. Potential energy is different at different points. It depends on the value of R, because electric potential depends on distance. Then here we can conclude that potential energy can be expressed in terms of work, that is a known quantity, and also potential energy due to electrostatic field is conservative.
potential energy due to electrostatic field is conservative because it depends on initial and final position. Then in terms of potential difference, we can write it as potential energy is different at different points. So we can write it as we use capital U for potential energy. So potential difference delta U is equal to UP minus UR. UP minus UR, which is equal to WRP. Second equation, UP minus UR is equal to WRP. Then നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ പോയിന്റ് R എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിലാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷനകത്ത് ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം. ആറിലെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. പിയിലെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു പി പ്ലസ് യു പ്ലസ് ഓർ മൈനസ് ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഇൻഫിനിറ്റി മൈനസ് യു ആർ പ്ലസ് യു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ? യു പി മൈനസ് യു ആർ തന്നെ ലഭിക്കുകയുള്ളൂ. യു പി മൈനസ് യു ആർ തന്നെ ലഭിക്കുകയുള്ളൂ. So we can define as potential energy of a charge Q at a point in the presence of electric field is the work done by the external force to bring the charge Q from infinity to that point. Potential energy of a charge Q at a point in the presence of electric field is the work done by the external force to bring the charge Q from infinity to that point. The next, electrostatic potential. ഇവിടെ ക്യൂവിന് ഒരു വാല്യൂ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചാർജിനെ ക്യൂവിനെ മാറ്റിയിട്ട് അതിന് പകരം യൂണിറ്റ് ചാർജ് എടുക്കുന്നു. യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? Q ഈസ് ഈക്വൽ ടു 1 കൂളം. യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളം. Q ഈസ് ഈക്വൽ ടു 1 കൂളം. ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യലാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. For that we assume Q is equal to 1 coulomb charge. Then here work is proportional to Q because F is proportional to Q into E. Work is equal to Q into E dot dr വരും. So work is proportional to Q. For removing the value of Q, we assume that Q is equal to 1 coulomb. So potential, electrostatic potential V എന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി പെർ വർക്ക് ഈസ് പൊട്ടൻഷ്യൽ എനർജി യൂണിറ്റ് ചാർജ്. പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ചാർജ്. So in this case Vp minus Vr is equal to Up minus Ur divided by Q. Up minus Ur divided by Q. So we can write as, which is equal to
UP minus UR എന്താണ്? W ആണ്. W by Q. Q is equal to 1 coulomb. So unit work done, potential, electrostatic potential is the work done bringing a unit positive charge from infinity to that point. Work done in bringing a unit positive charge from infinity to that point is the electrostatic potential. Okay, next potential due to a point charge. ഒറിജിനലിൽ Q എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് പോയിന്റ് ചാർജ് അറ്റ് പിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് R. ദിസ് ഡിസ്റ്റൻസ് ഈസ് R. ദിസ് അറ്റ് എ ഡിസ്റ്റൻസ് R. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q അറ്റ് എ ഡിസ്റ്റൻസ് R ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ പിയിലേതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആറിന് പകരം നമുക്കത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം. ഇൻഫിനിറ്റി. Then we are considering an intermediate point P dash at a distance R dash. Then this point is delta R dash. Delta R dash. Then Q is equal to 1 coulomb, positive charge Q. This is test charge Q. We are going to find the potential due to this charge Q at a point P. P എന്ന് പറയുന്ന പോയിന്റിൽ Q ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്മോൾ Q ഈസ് ആണ് എന്ത് നമ്മൾ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചാർജ്. അത് ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ P ഡാഷ് എടുത്തിരിക്കുന്നു. ആ ഡിസ്റ്റൻസിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഡാഷ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അറ്റ് P ഡാഷ്, FE അറ്റ് P ഡാഷ്. The FE at P dash ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ഫോഴ്സ്? 1/4πε0 Q1 Q2 by R square. അപ്പം 1/4πε0 ഇൻസ്റ്റെഡ് ഓഫ് Q1 ക്യാപിറ്റൽ Q അല്ല, നമുക്ക് Q1 Q2 തന്നെ എഴുതാം. നമ്മൾ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ജനറൽ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1 Q2 ഡിവൈഡഡ് ബൈ R square into unit vector R. So here instead of that we can write Q is equal to 1 C ഇങ്ങോട്ട് എഴുതുവാണ്. Q1 ഏതാണ്? ക്യാപിറ്റൽ Q, Q2 Q equal to 1 coulomb.
So 1 by 4 pi epsilon 0 q1 instead of q1 q into 1 divided by r square is the distance from q to p dash. The distance is r dash. Qയിൽ നിന്ന് p ഡാഷിലോട്ട് അല്ലെ ഒയിൽ നിന്ന് p ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് r ഡാഷ് ആണ്. സോ r ഡാഷ് സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ r ഡാഷ്. യൂണിറ്റ് വെക്റ്റർ r ഡാഷ്. നമ്മൾ 2 ഇക്വേഷൻ ആയിരുന്നു നേരത്തെ എഴുതിയത്. ഇത് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. Then this force is stored as work in delta r dash is the unit vector. Then ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ p ഡാഷിൽ നിന്നും ഈ സ്മോൾ ഡിസ്റ്റൻസ് എലമെൻ്ററി ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ ഡാഷ് ഈ വസ്തു മൂവ് ചെയ്യുകയാണ്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഈസ് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r dash സ്ക്വയർ. ഇവിടുത്തേത് r dash ആണല്ലോ ഫോഴ്സ്, ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ ഓർ ആർ ഡാഷ്, ഡെൽറ്റ ആർ ഡാഷ്. ഇനി ടോട്ടൽ വർക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് ഡൺ ഇത് ഒരു ചെറിയൊരു എലമെൻ്ററി ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി ഇൻഫിനിറ്റി ടു പോയിൻ്റ് ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ഈ മൈനസ് ഇൻഫിനിറ്റി ടു ആർ ഡെൽറ്റ ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ q divided by 4 pi epsilon 0 r dash square into dr. ഇൻ്റഗ്രൽ ആകുമ്പോൾ ഡെൽറ്റ ആർ ഡി ആർ ഡാഷ് വരും. ഇത് ഏത് ഫോമിലാണ്? ഇൻ്റഗ്രൽ 1 by x raised to n ഫോമിൽ ആണ്. 1 by x raised to n-ൻ്റെ ഇക്വേഷൻ എന്താണ്? which is equal to integral dx കൂടി ഉണ്ട് x raised to n plus 1 divided by അങ്ങനെ എടുക്കണ്ട, x raised to n എടുത്താൽ മതി. നമുക്കതിൽ നിന്ന് ഇവിടെ കണ്ടുപിടിക്കാം, മൈനസ് കൊടുത്താൽ മതി. x raised to n dx is equal to x raised to n plus 1 divided by n plus 1. Here n is equal to minus 2. Therefore integral r raised to 1 by r raised to minus r raised to 2 dr is equal to r raised to minus 2 plus 1 divided by minus 2 plus 1. Minus 2 plus 1 എന്താണ്? minus 1. So which is equal to r raised to minus 1. So instead of this we can write, ഫിഗർ നിങ്ങൾ വരച്ചതല്ലേ, മാറ്റിയേക്കാം. Instead of this we can write W is equal to Q divided by minus divided by minus 1 കൂടി ഉണ്ട്. ഇവിടുത്തെ ഒരു -1, -2 plus 1 -1. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -2. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് ടേം ആണ്.
Q divided by 4 pi epsilon 0 പുറത്ത് വരും. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r dr dash divided by r dash square is equal to ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. r raised to -1 divided by -1. So minus q divided by 4 pi epsilon 0 r raised to -1 divided by -1. ഈ മൈനസും കൂടെ ക്യാൻസൽ ആയിട്ട് പ്ലസ് ആകും. r raised to -1 by എന്ന് പറഞ്ഞാൽ 1 by r which is equal to മൈനസും കൂടെ പോയല്ലോ q divided by 4 pi epsilon 0 r. That is the work. ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ബിറ്റ്വീൻ ലിമിറ്റ് കൊടുത്തില്ല. അപ്പർ ലിമിറ്റ് r ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. നമ്മൾ ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുക്കും, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് വരുന്നത് ഇൻറ്റഗ്രേഷൻ്റെ അകത്ത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ ഓക്കെ അപ്പർ ലിമിറ്റ് 6 കൊടുക്കും. 1 ബൈ ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. നിങ്ങൾക്കറിയാലോ. അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ താഴോട്ട് എഴുതി കാണിക്കാം. വൺ ബൈ ആർ ബിറ്റ്വീൻ ലിമിറ്റ് ഇൻഫിനിറ്റി ആൻഡ് ആർ. അപ്പോൾ അപ്പർ ലിമിറ്റ് വരുമ്പോൾ 1 ബൈ ആർ ഇറ്റ്സെൽഫ് മൈനസ് 1 ബൈ ഇൻഫിനിറ്റി which is equal to 1 by r because 1 by infinity equal to 0. 1 by infinity ഇതൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഇതും എഴുതണ്ട. അപ്പോൾ ഇത് ബിറ്റ്വീൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ ഫൈനലായിട്ട് ഡയറക്റ്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. മനസ്സിലാകാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഈ സ്റ്റെപ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സ്റ്റെപ്പിലോട്ട് ഡയറക്റ്റ് വന്നാൽ മതി. അപ്പോൾ W is equal to Q divided by 4 pi epsilon 0 R. Next equation number 5 വരെ കണ്ടു 6. ഇനി വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? ഇവിടെ യൂണിറ്റ് ചാർജ് ആണ് ഉപയോഗിച്ചത്. സോ പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ in bringing a unit positive charge from infinity to that point. So potential PV is equal to W, which is equal to Q divided by 4 pi epsilon 0 R. അതാണ് ഞാൻ ആദ്യമേ എഴുതിയത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q, ക്യാപിറ്റൽ Q by 4 pi epsilon 0 R. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും. ഇപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടായതിനാൽ ആ ഫിഗർ ചോദിക്കും. ഫിഗർ 2.4 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഡിസ്റ്റൻസും പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ഇ ഓർ വി, ഇവിടെ ആർ. ഇത് വി. ഈ വരുമ്പോൾ ഇവിടുന്ന് വന്നിട്ട് ഇതിൻ്റെ താഴെ കൂടെ പോകും. അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇയും വിയും തമ്മിലുള്ള ഗ്രാഫ്. അല്ലെങ്കിൽ ഇവിടെ 1 by r എങ്ങനെയാണ്? ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r സ്ക്വയർ. വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r. ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r സ്ക്വയർ. വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r. അതുകൊണ്ടാണ് ഗ്രാഫിൻ്റെ വാല്യൂ ഇങ്ങനെ വരുന്നത്.
ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് വി. അപ്പം ഈ ചാപ്റ്ററിൻ്റെ എന്തെങ്കിലും ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വർക്ക് ഡൺ in bringing a mass m to a height h is stored as potential energy. It is a conservative force. In electrostatic potential energy is the work done in bringing a unit positive charge from infinity to that point. Potential is denoted by the letter V. V is equal to up minus ur. Or which is equal to up minus ur divided by q. Potential due to a point charge. അവിടെ നമ്മൾ പോയിന്റ് ചാർജ് ക്യൂ എടുക്കും, അതിന് ചുറ്റും ഫീൽഡ് ഉണ്ട്, ഒരു ടെസ്റ്റ് ചാർജ് ആർ എടുക്കും, അത് ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ആദ്യമേ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. അപ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി, അത് കഴിഞ്ഞ് ഫോഴ്സ് വർക്കിന് ഈക്വൽ ആണെന്ന് എഴുതി, അത് കഴിഞ്ഞ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ഓർത്തോളുക. ഫിഗർ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലാതെ ഈ ഡെറിവേഷൻ മുഴുവനല്ല കാണാപ്പാഠം പഠിക്കേണ്ടത്. ഫസ്റ്റ് ഫിഗർ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അറ്റ് ആർ ഡാഷ്. ദെൻ തേർഡ് എന്താണ്, ഡെൽറ്റ ആർ ഡാഷ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ആവശ്യമായ വർക്ക് ഡെൽറ്റ ഡബ്ല്യു. തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ്, ടോട്ടൽ വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ്. ഇതിൽ നിന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. അപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ആ വർക്കിന്. ദെൻ വർക്ക് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ, വർക്ക് പൊട്ടൻഷ്യൽ ആണെന്ന് ഇക്വേറ്റ് ചെയ്യും. ഓരോ ഡെറിവേഷനകത്തും നിങ്ങൾ പഠിക്കേണ്ടത് ഈ സ്റ്റെപ്സ് ആണ്, അല്ലാതെ ഡെറിവേഷൻ കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ആദ്യമേ ഫിഗർ വരയ്ക്കണം, അത് കഴിഞ്ഞ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളം ഫോഴ്സ് അറ്റ് പോയിന്റ് ആർ ഡാഷ്, ദെൻ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദാറ്റ് ചാർജ് ഫ്രം ആർ ഡാഷ് ടു ഡെൽറ്റ ആർ ഡാഷ്, ദെൻ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക, ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, ഇൻഫിനിറ്റി ടു ആർ. ഏത് പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ സ്മോൾ ആർ ആണ്, ഇൻഫിനിറ്റി ടു ആർ, ടോട്ടൽ വർക്ക്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി, ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടും. അപ്പം വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ആർ. അപ്പോൾ നമ്മൾ ഫീൽഡ്, ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ ആ ഓർഡറിലാണ് പോകുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളൊക്കെയാണ് അടുത്തത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 7907241846 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.